മണിപ്പൂരിൽ വീണ്ടും ആക്രമണം. ബിഷ്ണുപൂർ ജില്ലയിൽ കർഷകർക്ക് നേരെ അക്രമികൾ വെടിയുതിർത്തു. അക്രമികൾ തട്ടിക്കൊണ്ടുപോയവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, വീണ്ടും മണിപ്പൂരിൽ അതിക്രമങ്ങളാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വീണ്ടും മണിപ്പൂരിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. അത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് നേരെയാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ബിഷ്ണുപൂർ ജില്ലയിലാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. അവിടെയുള്ള കർഷകർക്ക് നേരെയായിരുന്നു അക്രമികൾ വെടിയുതിർത്തത്. തുടർന്ന് സുരക്ഷാ സേന അവിടെ എത്തുകയും ഈ അക്രമികളുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും ചെയ്തു. ഏതാണ്ട് 15 മിനിറ്റോളം ഈ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സേനയും അക്രമികളും തമ്മിൽ ഈ വെടിവെപ്പുണ്ടായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 20ഓളം കർഷകർ അവർ പണിയെടുക്കുകയായിരുന്നു, പാടത്ത് പണിയെടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അക്രമികൾ അവിടെ എത്തുകയും കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ 20 കർഷകരെയും അവിടെ നിന്ന് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ 6 പേരെ ഈ അക്രമികൾ 6 പേരെ ഈ അക്രമികൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 3 സ്ത്രീകളും 3 കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ കണ്ടെത്തുന്നതിനുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. ശരി വിനീത, ഏതായാലും മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുന്നു. വിനീത വിജി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.